ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് എസ് സീരീസ് ഫോണുകളിൽ വരുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ ഫോണിൽ തന്നെ വരുന്ന ഒരു AI അടിപൊളി ഫീച്ചറാണ് എസ് സീരീസ് ഫോണുകൾ S23, S24, S23 അൾട്ര പോലെയുള്ള എല്ലാ ഫോണുകളിലും ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ആ ഒരു ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്യാമറയിൽ തന്നെ എടുത്ത ആ ഒരു ഫോൾഡറാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. അതിന് ശേഷം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 പേര് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിൽ നിന്ന് നമുക്കൊരാളെ നല്ല വൃത്തിയിൽ റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെൻസിൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ, ഇതുപോലെ ഒരു സ്റ്റാറിൻ്റെ 2 സ്റ്റാറുകൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പുതിയൊരു ഓപ്ഷൻ AI അപ്ഡേഷൻ വന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ബ്ലൂ കളറിൽ ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും വരുന്നത്. ഇവിടെ നമുക്കിങ്ങനെ ഫോട്ടോ ചിരിക്കാനും അതുപോലെ തന്നെ നിർത്താനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏതാളെയാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ട് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഞാൻ ഈ ഫോട്ടോ സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുകളിലായിക്കൊണ്ട് നമുക്കൊരു ഇറേസർ ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റിമൂവ് ആയത് കാണാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ നമുക്ക് വൃത്തിയില്ല നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്കിത് വൃത്തിയിൽ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ ആയിക്കൊണ്ട് ജനറേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ബ്ലൂ കളറുള്ള ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഫിനിഷിംഗ് വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണിൽ ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്. നമ്മുടെ ഫോണിൻ്റെ നെറ്റ് ഓൺ ആയിരിക്കണം. അപ്പോൾ ഇത്രയും നേരം നമ്മളിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫിനിഷിംഗ് ആയിട്ട് വരുന്നതെന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല വൃത്തിയിൽ തന്നെ അവിടെ ഒരു വ്യക്തി ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളൊരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുത്ത ആളെയും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഡണ്ണ് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ ഒരു AIയുടെ ഈ ഒരു ഗ്രീൻ കളറിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം രണ്ടാമത്തെ ആളെയും ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കാം. പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് പെൻസിൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ നമുക്ക് ജനറേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയും കൂടെ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർ ഇതുപോലെ ഗ്രൂപ്പ് ഫോട്ടോകളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തവരൊക്കെ ഇതുപോലെ വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കുന്നതാണ്. സാംസങ് ഫോണുകളിലാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഫോൺ ഏതാണ്, നിങ്ങളുടെ ഫോണിൽ ഇതുപോലെയുള്ള ഈ ഒരു എഡിറ്റിംഗ് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സി യു.